10 കൊല്ലം അവിടെ ഓതിപ്പിടിച്ചു. അതിനിടയ്ക്ക് ഒരൊറ്റ കത്തും വായിച്ചു. കുറെ കത്തുകൾ പിന്നിട്ടപ്പോൾ പിന്നെ ഉമ്മാന്റെ പേരില്ല, വാപ്പ മാത്രമാണ്. മമ്മൂട്ടിക്ക് മനസ്സിലായി ഉമ്മ ഖബറിലാണ്. ഈ അമീനി എന്നുള്ളൊരു ദ്വീപുണ്ട്. ഞാൻ ആദ്യമായിട്ട് വാല് പറയാൻ പോയത് അമീനി ദ്വീപിലാണ്. അവിടെ ഒരു മുത്തുതങ്ങളുണ്ട്. ശൈഖുന ശംസുലുമന്റെ ആദ്യകാല ശിഷ്യനായിരുന്നു. വഫാത്തായി അടുത്ത്, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പോൾ അവിടെ ഒരു ഷെയ്ഖ് അഹമ്മദ് എന്ന് ബോർഡ് വെച്ചൊരു ഖബറുണ്ട്. എനിക്ക് അവിടെ വെക്കുമ്പോൾ ഭയങ്കര ഒരു തുമനീനത്ത്. ഞാൻ സുബഹിസ്കരിച്ചാൽ അന്ന് 10 ദിവസം വാലിന് പോയതാണ്. ഇപ്പോഴല്ല ഒരു 10 കൊല്ലം മുമ്പാണ്. 10 ദിവസം തുടർച്ചയായിട്ട് വാല് പറയാൻ പോയത്. ഇത്ര തിരക്കുള്ള ഒരു കാലമല്ല അത്. അതുകൊണ്ട് അങ്ങനെ 10 ദിവസമൊക്കെ പോലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സുബഹിസ്കാരം കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പോയിക്കും. ഇത് ആരുതാന്നോ എനിക്കറിയില്ല. അപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്താ ഇപ്പം നിങ്ങൾ അവിടെ ഇങ്ങനെ കൂടുന്നത്? എനിക്ക് തങ്ങൾ ഇവിടെ നിന്ന് തുമനീനത്തുണ്ട്. ഇത് ആരെ കബറാന്ന് വെച്ചാൽ വെരിന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ പൊന്നാനിയിൽ ഓതി പഠിച്ച ആളാണ്. മുത്താലിമീങ്ങളെ മാതൃകയ്ക്ക് വേണ്ടിയിട്ട് വലിയവാണ്, കറാമത്തോണ്, വിശ്വമാണ്, നിങ്ങൾക്കും വേണമല്ലോ. മാതൃകയ്ക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങളെ പൊന്നാനിയിൽ പള്ളിയിൽ ഓതി പഠിച്ച മഹാനാണ് പറഞ്ഞു. അവരൊരു ചരിത്ര പുസ്തകം തരുമോന്ന് വെച്ചു. തങ്ങൾ എടുത്തു തന്നു. വായിച്ചപ്പോൾ കണ്ണീരൊന്നു പോയി. ബാപ്പിയും കൂടി അന്ന് ഓതാൻ പറഞ്ഞേക്കാണ് പായക്കപ്പലില്. പൈതലാണ്. പായക്കപ്പൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുന്ന ഉറപ്പില്ല. കാറ്റ് എടുക്കാൻ പോകണ അവിടേക്ക് കപ്പലും പോകും. ഗീറില്ല, സ്റ്റെയറിംഗ് ഇല്ല, എണ്ണല്ല, എല്ലാം കാറ്റാണ്. അങ്ങനെ കൺമണിയെ പോലെയുള്ള ഈ സയ്യിദൂട്ടിനെ പറഞ്ഞേക്കുമ്പോ അഹ്ലു ബൈത്ത്പ്പെട്ട ഈ സയ്യിദല്ല, ഈ ആളെ പറഞ്ഞേക്കുമ്പോ ആ വാപ്പക്കും ഉമ്മക്കുള്ള ആ കുട്ടിനോടുള്ള ഫിറാഖിന്റെ ഹുസൻ എത്രയായിരിക്കും, മുഫാറക്കത്തിന്റെ ഹുസൻ എത്രയായിരിക്കും. കടൽക്കരക്ക് എന്നിട്ട് കരഞ്ഞോണ്ടുന്നു വാപ്പിയമ്മയും. പക്ഷെ ഇൽമിന് പറഞ്ഞേക്കാണ്. കണ്ണെത്താ ദൂരത്തേക്ക് നോക്കിയിരുന്നു, മറിഞ്ഞുപോയി. അയമുട്ടിയാണ് പേര് അന്ന്. അയമുട്ടി പൊന്നാനിയിലൊന്നും തിന്നാനൊന്നുമില്ല. ഉസ്താദിന്റെ ബാക്കി ഇങ്ങനെ പെറുക്കി തിന്നിട്ട് നന്നായിട്ട് ഓതി പഠിക്കും. ഒരു സമയം വേസ്റ്റ് ആക്കൂല. കിതാബ് നന്നായി പഠിക്കും. അപ്പൊ ഇങ്ങനെ കത്ത് വരാൻ തുടങ്ങി പരിയുന്നു. ആദ്യത്തെ കത്ത് മമ്മൂട്ടിക്ക് വന്നു. മമ്മൂട്ടി കത്താണ്ട് വെച്ചു. കാരണം കത്ത് വായിച്ചാൽ കിതാബ് തലയിൽ കയറൂല. ഉമ്മ എഴുതിയ കത്താണ്. താലിമീങ്ങളെ ശ്രദ്ധിക്കണം. ഉമ്മ എഴുതിയ കത്താണ്. കത്ത് വായിച്ചാൽ സങ്കടം വരും. സങ്കടം വന്നാൽ സന്താപമായി പിന്നെ കിതാബ് കയറൂല. രണ്ടാമത്തെ കത്തും വെച്ചു. മൂന്നാമത്തെ കത്ത് 10 കൊല്ലം അവിടെ ഓതിപ്പിടിച്ചു. അതിനിടയ്ക്ക് ഒരൊറ്റ കത്തും വായിച്ചില്ല. 10ാമത്തെ കൊല്ലത്തില് വിളക്കത്തിരുന്നിട്ട് ഇനി മമ്മൂട്ടി നാളെ ദ്വീപിക്ക് പോവാണ്. പൊന്നാനിക്കാർ യാത്ര അയക്കാണ്. നമ്മളെ നാട്ടില് മമ്മൂട്ടി തിരിച്ചു പോകണം ദ്വീപിക്ക്. പോകുന്നതിന്റെ തലേന്ന് മമ്മൂട്ടിങ്ങനെ അടിയത്തെ കത്തെടുത്ത് വായിച്ചു. ഉമ്മയും ഉപ്പയും ഇക്കാക്കയും പെങ്ങളും കൂടി എഴുതിയ കത്താണ്. 10 കൊല്ലം മുമ്പ് എഴുതിയ കത്ത് ഫോണിന്റെ തലേന്ന് വായിക്കണേ. കാരണം ഇനി കിതാബോത്ത് കഴിഞ്ഞ് തൽക്കാലം. കുറെ കത്തുകൾ പിന്നിട്ടപ്പോൾ പിന്നെ ഉമ്മാന്റെ പേരില്ല, വാപ്പ മാത്രമാണ്. മമ്മൂട്ടിക്ക് മനസ്സിലായി ഉമ്മ ഖബറിലാണ്. പിന്നെ നോക്കുമ്പോൾ ബാപ്പന്റെ പേരില്ല, പെങ്ങളുടെ പേരിലാണ്. അപ്പൊ മമ്മൂട്ടിക്ക് മനസ്സിലായി വാപ്പയും ഉമ്മയും ഖബറിലായിരിക്കും. പിന്നെ നോക്കുമ്പോ പെങ്ങളുടെ പേരില്ല, ഇക്കാക്കാന്റെ പേരാണ്. 10ാമത്തെ കൊല്ലം വന്ന കത്തെടുത്ത് വാങ്ങിച്ചപ്പോൾ യാത്രയച്ച ഒരൊറ്റാളും കുടുംബക്കാര് ഭൂമിയിലില്ല. ഉമ്മയും ബാപ്പയും കുടുംബത്തിലെ പലരും ഖബറിലാണ്. ഈ അട്ടിയായി കിടക്കുന്ന കത്തുകൾക്ക് മുമ്പില് മമ്മൂട്ടി അങ്ങോട്ട് പാതിരാത്രി കരയാൻ തുടങ്ങി. കരച്ചില് കേട്ടപ്പോ ഉസ്താദ് ഇങ്ങനെ നോക്കി. മമ്മൂട്ടിയാ വാ. ഉസ്താദ് ഇങ്ങനെയും കൂടി കരുതി നാളെ പിരിയല്ലേ, ആ വിഷമം കൊണ്ടായിരിക്കുന്നത്. അതാണ് ഗുരുത്വം. മക്കളെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഉസ്താദ്മാരെ ഗുരുത്താണ് വാങ്ങിച്ചോണ്ടേ. അപ്പൊ ആ റൂമിന്റെ അവിടെ പോയിട്ട് ഉസ്താദെ ഒരു 1.5 ഗുരുത്തം തരുമോന്ന് വെച്ചാൽ തരൂല. ഗുരുത്തം തന്നെ മനസ്സിളകി വരുന്നതാണ്. ഇവരെ ഗുരുത്തക്കട് നിങ്ങൾ വാങ്ങി വെച്ചാൽ നിങ്ങൾ ഇനി 10 സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരില്ല. ഇവരെ ഗുരുത്തം വാങ്ങിയാൽ തൊട്ടതൊക്കെ പൊന്നാക്ക. അതാണ് ഇൽമ്. ഉസ്താദ് മമ്മൂട്ടിനെ ഉള്ള വിളിച്ച് എന്താ മമ്മൂട്ടിയാന്ന് ചോദിച്ചു. ഒന്ന് ഉസ്താദിനെ പിരിയണ വിഷമം, രണ്ടാമത്തത് ഉസ്താദ് യാത്ര അയച്ച ഒറ്റ കുട്ടികളും ഞാൻ തിരിച്ചു പോകുമ്പോൾ സ്വീകരിക്കാനില്ല. കുട്ടിയാണ് കരഞ്ഞു. ഉസ്താദിനെ ഇവിടെ എനിക്ക് എല്ലാ ദ്വീപിലും പഠിച്ചവൻ കുട്ടികളെ തരുന്ന ഇജ്ജ് പോയിക്കോ. എൻ്റെ എല്ലാ ഗുരുത്തും എനിക്കുണ്ട്, എൻ്റെ കുട്ടി കുഴയില്ലെന്ന. ഈ മമ്മൂട്ടിയാണ്ട് പോയി ദ്വീപിൽ മുഴുവനും മുരീദന്മാരെ വലിയ ശൈഖായി. ഉസ്താദിന്റെ ഗുരുത്താണ്. ഉസ്താദിന്റെ ഗുരുത്താണ്. ഞാൻ വലിയ ആളൊന്നല്ല, ഞാൻ ചെറിയ ആളാണ്.
ഒരു കുഞ്ഞ മുത്താലിം, ഇപ്പോഴും മുത്താലിമാണ്. പക്ഷെ എനിക്ക് ഈ തൊള്ളിയും ഈ യൂണിഫോം വന്നെന്താ അറിയോ, ബാപ്പ മരിച്ചിട്ട് 14 തികയണതിന് മുമ്പ് ഞാൻ ഓതാൻ പോയിക്കണം. അന്ന് ഞാൻ യത്തീമാണ്. ഇതിരിക്കണ ഉമ്മ എന്നെ പറഞ്ഞയച്ചു. എടപ്പാളാന്ന് എൻ്റെ ഉസ്താദ് മുഹമ്മദ് ബാക്കോയ് പൂക്കോട്ടൂർ. 600 ചില്ലാൻ കിതാബ് എഴുതിയ മഹാനാണ്. ഇപ്പോഴും ദർശനത്തുണ്ട്. 600 ചില്ലാൻ. ഇന്നലെ അവരുടെ ദർശന്റെ 40-ാം വാർഷിക സമ്മേളനമായിരുന്നു. ഞാൻ തന്നെ ആയിരുന്നു പ്രസംഗം. ഉസ്താദ് എന്നിട്ട് എന്നെ വിളിച്ചത് എൻ്റെ കുഞ്ഞുട്ടിനെ ഞാൻ വാല് പറയാൻ വിളിക്കണമെന്നാണ്. എൻ്റെ കണ്ണ് ഇറങ്ങി. ഞാൻ അങ്ങനെ വിളിക്കല എനിക്കിഷ്ടം. എന്നെ ഉസ്താദ് ജലീർ റഹ്മാനെ വിളിക്കല എനിക്കിഷ്ടമല്ല, ഞാൻ പറയലുണ്ട്. അപ്പൊ ആയിരങ്ങളെ ആൾക്കാരെ വിളിച്ചിട്ട് എൻ്റെ കുഞ്ഞുട്ടിനെ ഞാൻ മുഖ്യ പ്രസംഗത്തിന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ഇറങ്ങി. ഉസ്താമാരമ്പിൽ നമ്മൾ എത്ര ആണെങ്കിലും ശിഷ്യനല്ലേ, ഉമ്മാനമ്പിൽ മോനല്ലേ. MLA ആയി MP ആയി. ഉമ്മാനമ്പിൽ MP ആ അമ്പൂല. അപ്പോ മാനമ്പിൽ MP-ന്റെ കളിച്ച അമ്പു അപ്പൊ തന്നെ. മാനമ്പിൽ ഖത്തീബും മദരീസും ഒന്നല്ല, മാനമ്പിൽ മോന. അതാ പക്വത. ഓരോ സ്ഥലത്ത് ഇടപെടേണ്ട രൂപത്തിൽ ഇടപെടുക. അല്ല അമ്മാനെ പോയിട്ട് ഉമ്മ നിങ്ങൾ ആ സഞ്ചാന്റെ അസലൊന്നും കണ്ട് എടുത്താണ് ഉമ്മ ചൂല എടുക്കുക. ഭാര്യന്റെ മുമ്പ് പോയിട്ട് ഞാൻ ആരാന്നറിയോ? ഇല്ല, ഞാനാണ് ആ വേളറിനെ ജലീർ റഹ്മാനി എന്ന് പറഞ്ഞാല് മോന്താണ്ട് കായോ തന്നെ. അവിടെ വേളല്ല വരണ്ടേ, അവിടെ വേറെ വേളാണ്. അവിടെ വേള പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തും അടക്കണ്ട അടച്ചു കൊടുക്കണം. അതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാന് യത്തീമായിട്ട് ഓതാൻ പോയപ്പോ ഒരു മൂലക്കിരുന്നിട്ട് ഇങ്ങനെ കാര്യം ബാപ്പാനെ ഓർത്തിട്ട് ഉസ്താദ് റൂമിൽ കണ്ടുകൊണ്ടേ, എൻ്റെ ബാപ്പ ഞാനാണെന്ന് പറഞ്ഞു. എൻ്റെ ബാപ്പ ഇന്ന് മുതൽ ഞാനാണ്. അന്ന് 2-3 വാക്ക് പറഞ്ഞു. ഒരു കാലത്ത് ഈ ലോകം മൊത്തം സഞ്ചരിച്ചിട്ട് വാള് പറയുന്ന ആളാവും. അങ്ങനെ തന്നെ ഉസ്താദ് നീ കപ്പലിൽ പോയിട്ട് വാള് പറയും, ഹെലികോപ്റ്ററിൽ പോയിട്ട് വാള് പറയും, ഫ്ലൈറ്റിൽ പോയിട്ട് വാള് പറയും, കാറിൽ പോയിട്ട് വാള് പറയും. നാടൊട്ടുക്കും എൻ്റെ പേര് മുഴങ്ങുന്നു. വലിയ ആലിമല്ലെങ്കിലും ഇപ്പോൾ ഞാൻ കപ്പലിലും പോകലുണ്ട്, ഹെലികോപ്റ്ററിൽ വാളിനായിട്ട് ഒരു ദീപിക്കന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഹെലികോപ്റ്റർ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യം എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞത് പഠിച്ചോ സ്വീകരിച്ചല്ലോ. ഉസ്താമാരുടെ ഗുരുത്തുണ്ട് മക്കളെ. അതുകൊണ്ട് ഔലിയാക്കളാണെങ്കിൽ ഇവരൊക്കെ ആ ഗുരുത്തങ്ങൾ വാങ്ങിച്ചതാണ്. 16-ാം വയസ്സിൽ ദർശനം ഉസ്താമാരോട് പിണങ്ങിയിട്ടല്ല പോയത്. ഈ കുട്ടി നിയന്ത്രണം വിട്ടു. അപ്പൊ കുട്ടിയെ പുറത്തം വിട്ട കുട്ടിയാണ്. ഉസ്താദ് സമ്മതം കൊടുത്തിട്ടാണ് പോയത്. അല്ലാതെ ദർശനം ഇവിടുന്ന് എനിക്കൊന്നും തിരിയണില്ല, അള്ളാനെ തിരിയലാൻ പോയാൽ ഈ കോലത്തിൽ എത്തൂല്ല. അതൊന്നും പഠിക്കണ്ട, ഒക്കെ വേറെ മക്കാമാ. നമ്മൾ ദർശനം പോകാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഉസ്താദിന്റെ മുമ്പ് പോയിട്ട് കിതാബിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ട ആ ഉസ്താമാർക്ക് തരുമോ? ഈ ദർശനം ചാടാനുള്ള പരിപാടിയാണ്. അപ്പൊ എല്ലാം നീളം നിൽക്കൂല. ഗർഭം എത്ര മറച്ചാലും ഒരു സമയത്ത് പുറത്തിറങ്ങണ കണ്ടിട്ടില്ല. അങ്ങനെ തന്നെ ഇതൊക്കെ എത്ര മറച്ചാലും ഇതൊക്കെ പിന്നെ പുറത്തിറക്കും. പിന്നെ കാണാൻ എവിടെയെങ്കിലും പോലീസുകാരെ കൈപ്പെട്ടിട്ട് പേപ്പറിൽ ഇങ്ങനെ. അപ്പൊ ഉസ്താദ് പറയും പഠിച്ചോനെ അന്ന് പൊള്ളി ഇറങ്ങിയാണ് ചാടിപ്പോയതാണ്. അങ്ങനെ ഉണ്ടാകാം. ഇന്ന് എല്ലാ പേച്ച ത്വരീക്കത്തിന്റെ തലപ്പത്തിരിക്കണ ഇങ്ങനെ ദർശനം ചാടിപ്പോയ വൃത്തം കെട്ടിയ ആൾക്കാരാണ്. പിന്നെ ഓല് താടിയും തൊപ്പരും മുടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് പറയും നിങ്ങൾക്ക് ദൈവിക ഗർഭം വേണോ? വാ, ഇനി എന്തൊക്കെ ഗർഭം വരാൻ പോകണം. ഇപ്പൊ ഇലാഹിയായ ഗർഭം, ഇനി റിസാലത്തിന്റെ ഗർഭം എപ്പോഴാണ് കൊടുക്കാം? അതിനൊക്കെ ആൾക്കാർ സെറ്റാണ്. നാണം കെട്ട ആളുകളായിട്ട് മലയാളികൾ മാറിയത്. നമുക്കൊരു ശരീരത്തുണ്ട്, അത് വിട്ടിട്ടൊരു പരിപാടിയില്ല. അത് വിട്ടിട്ടൊരു പരിപാടിയില്ല. ശൈഖ് ജലാനി പോണ സമയത്തെ നല്ലതാ മേലൊരു ഒരു പാത്രം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. നോക്കുമ്പോ ശുദ്ധമായ സ്വച്ഛന്ത പാനീയം. വന്ന പാത്രം നോക്കുമ്പോഴാണെങ്കിൽ സ്വർണ്ണാണ്. സ്വർണത്തിന്റെ പാത്രത്തിൽ വെള്ളം കുടിക്കുക, ഇതൊന്നും ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ മേലൊരു അശരീരി ഞങ്ങളല്ലാത്തവർക്ക് അള്ളാഹ് ഹറാമാക്കിയാണ് നിങ്ങൾക്ക് ഹലാലാക്കി തന്നിക്കണം, ഒന്നും നോക്കണ്ട മോന്തിക്കോളി. നമ്മളാണെങ്കിലോ മരിച്ച 3 പുസ്തകം ഉറപ്പാ. ശൈഖ് ജീലാനി ശരീരത്തിൽ അവിടെ പിടിച്ചൊന്നു എന്റെ വല്യപ്പത് ഉപയോഗിച്ചിട്ടില്ല, പിന്നെ ഞാനാ ഓടുന്നു. ശൈത്താനാന്നാണ് മനസ്സിലായി. അതിനാണ് ഇൽമ്. ഇൽമില്ലാതെ പോയിരുന്നാലോ പല അശരീരം വരും, പല രൂപങ്ങൾ വരും. ഇവന്റെ അടുത്ത് ശരീരത്തിന് ഇൽമില്ല, അപ്പൊ ആർക്കും ഇതൊക്കെ കറാമത്താണെന്ന്. എന്നിട്ട് കുറെ പെണ്ണുങ്ങളാണ് കൂട്ടും, എല്ലാവർക്കും ദിക്റും കൊടുക്കും. ഒക്കെ ഇബ്ലീസാണ്. പക്ഷെ തിരിയുമ്പോ എപ്പോഴാ? ലാസ്റ്റ് ശ്വാസത്തിൽ തിരിയും. പിന്നെ തിരിഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.